നമസ്കാരം, പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ വൻ കഞ്ചാവ് വേട്ട. ജനറൽ കമ്പാർട്ട്മെന്റിൽ ഉപേക്ഷിച്ച നിലയിൽ 21 കിലോ കഞ്ചാവ് ശേഖരം കണ്ടെത്തി. പ്രാദേശിക ബിസിനസും തൊഴിലും വർദ്ധിപ്പിച്ചു ക്ലസ്റ്റർ ഓഫർ. തിരൂർ സാംസ്കാരിക വേദി നടത്തുന്ന ഖുർആൻ ആസ്വാദന സദസ്സ് മാർച്ച് 17-ന്. KSTA പതാക ദിന പൊതുയോഗം സംഘടിപ്പിച്ചു. തിരൂർ ബസ് സ്റ്റാൻഡിൽ PDP ഐക്യദാർഢ്യ സമ്മേളനം സംഘടിപ്പിച്ചു. കേന്ദ്ര ബജറ്റ് നിരാശാജനകം, സ്വർണ്ണ വ്യാപാരികൾ. വിശദമായ വാർത്തകളിലേക്ക്. തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ വൻ കഞ്ചാവ് വേട്ട. ജനറൽ കമ്പാർട്ട്മെന്റിൽ ഉപേക്ഷിച്ച നിലയിൽ 21 കിലോ കഞ്ചാവ് ശേഖരം കണ്ടെത്തി. ഇന്ന് രാവിലെ 7 മണിയോടെയാണ് കണ്ണൂർ യശ്വന്തപുർ എക്സ്പ്രസിൽ നിന്നാണ് 21 കിലോ കഞ്ചാവ് ശേഖരം എക്സൈസ് RPF സംഘം കണ്ടെടുത്തത്. ഇന്ന് രാവിലെ 7 മണിയോടെ തിരൂർ റെയിൽവേ സ്റ്റേഷനിലാണ് സംഭവം. ട്രെയിനിന്റെ ജനറൽ കമ്പാർട്ട്മെന്റിലാണ് കഞ്ചാവ് ഉണ്ടായിരുന്നത്. സംശയകരമായ നിലയിൽ കണ്ട ബാഗ് പരിശോധിച്ചതോടെയാണ് കഞ്ചാവ് ലഭിച്ചത്. ചെറിയ പൊതികളാക്കിയാണ് ബാഗിൽ കഞ്ചാവ് ഒളിപ്പിച്ചിരുന്നത്. കേരളത്തിലേക്കുള്ള അതിഭയാനകമായ മയക്കുമരുന്ന് കടത്ത് തടയുന്നതിന് വേണ്ടിയിട്ട് RPF-ഉം എക്സൈസുമായിട്ട് സംയുക്തമായി ധാരാളമായി പരിശോധന നടക്കാറുണ്ട്. അത്തരത്തിലൊരു പരിശോധനയാണെന്ന് തിരൂർ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് നടന്നത്. യശ്വന്ത്പൂർ ട്രെയിനിലെ ജനറൽ കമ്പാർട്ട്മെന്റിൽ നിന്ന് 18 പാക്കറ്റുകളിലായിട്ട് 21 കിലോ കഞ്ചാവോളം നമ്മളിന്ന് കണ്ടെടുക്കുകയുണ്ടായി. ഇത് വളരെ അപകടകരമായ രീതിയിലാണ് കേരളത്തിലേക്ക് മയക്കുമരുന്ന്, കഞ്ചാവ് ഉൾപ്പെടെയുള്ള മയക്കുമരുന്നുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പരിധിവരെയൊക്കെ നമുക്ക് RPF-ഉം ആയിട്ടുള്ള ഈ സംയുക്ത പരിശോധന ഒരു പരിധിവരെയൊക്കെ നമുക്ക് തടയാൻ, ഇങ്ങനെയുള്ള കടത്ത് ഈ കേരളത്തിലേക്കുള്ള ഒഴുക്ക് തടയാനായിട്ട് കഴിയുന്നുണ്ട് എന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. ബംഗളൂരുവിൽ നിന്ന് കടത്തിയതാണെന്ന് സംശയിക്കുന്നു. RPF ASI സുനിൽ, എക്സൈസ് CI അജയ് കുമാർ, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ KM ബാബുരാജ്, സിവിൽ എക്സൈസ് ഓഫീസർ A ജയകൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത്. നാട്ടിലെ കച്ചവടക്കാർക്ക് അവരുടെ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ഓൺലൈനായും നേരിട്ടും വിൽക്കാൻ സഹായിക്കുന്ന സ്റ്റാർട്ടപ്പ് സംരംഭമായ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമായ ക്ലസ്റ്റർ ഓഫർ. ലഭിക്കുന്ന ഓർഡറുകൾ പ്രാദേശിക കച്ചവടക്കാരിൽ നിന്ന് തന്നെ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നതിനായി കമ്പനി ഡെലിവറിക്ക് തുടക്കം കുറിച്ചതിന്റെ പ്രചരണാർത്ഥം ബൈക്ക് റാലി നടത്തി. വളാഞ്ചേരിയിൽ നിന്ന് ആരംഭിച്ച ബൈക്ക് റാലി തിരുനാവായ, ആലത്തിയൂർ, താന്നാളൂർ, താന്നൂർ, പരപ്പനങ്ങാടി, ചെമ്മാട്, ഫറൂഖ്, കൊണ്ടോട്ടി, മലപ്പുറം, കോട്ടയ്ക്കൽ, വയലത്തൂർ എന്നിവിടങ്ങളിലെ ഫ്രാഞ്ചൈസികളുടെ സ്വീകരണം ഏറ്റുവാങ്ങി തിരൂരിൽ സമാപിച്ചു. നിരവധി വ്യാപാരികളും പ്രമുഖരും നാട്ടുകാരും പങ്കെടുത്ത ഉദ്ഘാടന ചടങ്ങിൽ കുരുവിപ്പാപ്പ എന്ന സിനിമയുടെ സ്ക്രിപ്റ്റ് റൈറ്റർ ബിസ്മിത് നിലമ്പൂർ ഫ്ളാഗ് ഓഫ് ചെയ്തു സംസാരിച്ചു. കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ അബ്ദുൽ ഗഫൂർ അധ്യക്ഷത വഹിച്ച പരിപാടിക്ക് മാർക്കറ്റിംഗ് മാനേജർ സൈനുൽ ആബിദ് സ്വാഗതവും പറഞ്ഞു. ജാഥ കോർഡിനേറ്റർ ഹസൈൻ നന്ദി അർപ്പിച്ചു. വെട്ടന്യൂസ് തിരൂർ. ഖുർആൻ പഠിക്കാൻ പ്രചോദനം ജനിപ്പിക്കുന്നതായി റമദാൻ മാസത്തിന്റെ പ്രാരംഭത്തിൽ തിരൂർ സാംസ്കാരിക വേദി നടത്തുന്ന വിശുദ്ധ ഖുർആൻ ആസ്വാദന സദസ്സ് മാർച്ച് 17-ന് ഞായറാഴ്ച ഇരിങ്ങാവൂരിലെ അമ്മാനത്ത് കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചു. രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ നടക്കുന്ന ചടങ്ങ് പാണക്കാട്ട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. തിരൂർ സാംസ്കാരിക വേദി നടത്തുന്ന ഖുർആൻ ആസ്വാദന സദസ്സ് മാർച്ച് 17-ന് സംഘടിപ്പിക്കും. ഖുർആൻ പാരായണ സദസ്സ് പാണക്കാട് സയ്യിദ് റാജിഹ് അലി ശിഹാബ് തങ്ങൾ ഖുർആൻ പാരായണം ചെയ്ത് ഉദ്ഘാടനം ചെയ്യും. തിരൂർ സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ റമദാനിൽ അമ്മാനത്ത് കൺവെൻഷൻ സെന്ററിൽ ഖുർആൻ ആസ്വാദന സദസ്സിൽ ആയിരങ്ങൾ പങ്കെടുത്തിരുന്നു. ഇത് സംബന്ധിച്ച് ചേർന്ന കൂടിയാലോചനാ യോഗത്തിൽ തിരൂർ സാംസ്കാരിക വേദി പ്രസിഡന്റ് MA റഫീഖ് അധ്യക്ഷത വഹിച്ചു. PP അബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു. EK മുഹ്തസിം ബില്ല, നൌഷാദ് അന്നാര, BA റസാഖ്, VK റഷീദ്, KM നൌഫൽ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. വെട്ടന്യൂസ് തിരൂർ. മതനിരപേക്ഷ വിദ്യാഭ്യാസം, ബഹുസ്വര ഇന്ത്യ, വികസിത കേരളം എന്ന മുദ്രാവാക്യം മുൻനിർത്തി ഫെബ്രുവരി 7 മുതൽ 10 വരെ കണ്ണൂരിൽ നടക്കുന്ന KSTA സംസ്ഥാന സമ്മേളനത്തിന്റെ മുന്നോടിയായി തിരൂർ ഉപജില്ലാ കമ്മിറ്റി വെട്ടം പരിയാപുരത്ത്
പതാക ദിന പൊതുയോഗം സംഘടിപ്പിച്ചു. നിരവധി പ്രവർത്തകർ പങ്കാളികളായി. KSTA പതാക ദിന പൊതുയോഗം സംഘടിപ്പിച്ചു. KSTA ജില്ലാ വൈസ് പ്രസിഡന്റ് പ്രഹ്ലാദ് കുമാർ M ഉദ്ഘാടനം ചെയ്തു. ഉപജില്ലാ പ്രസിഡന്റ് സെൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ V അബ്ദുസിയാദ്, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ നവീൻ S, കാർത്തിയായനി KP എന്നിവർ സംസാരിച്ചു. ഉപജില്ലാ സെക്രട്ടറി ദിനേശ് TV സ്വാഗതവും ട്രഷറർ K സുനിൽകുമാർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ വെട്ടം. 1.5 പതിറ്റാണ്ട് കാലമായി ബാംഗ്ലൂരിൽ ജയിലിൽ കഴിയുന്ന സക്രിയയ്ക്ക് നീതി ഉറപ്പാക്കാൻ പൊതുസമൂഹവും ഭരണകൂടവും രംഗത്ത് വരണമെന്ന് സാഹിത്യകാരൻ P സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. തിരൂർ ബസ് സ്റ്റാൻഡിൽ PDP സംഘടിപ്പിച്ച സരിയ ഐക്യദാർഢ്യ സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. തിരൂർ ബസ് സ്റ്റാൻഡിൽ PDP സംഘടിപ്പിച്ച ഐക്യദാർഢ്യ സമ്മേളനം PDP സംസ്ഥാന ജനറൽ സെക്രട്ടറി ജാഫർ അലി ദാരിമി ഉദ്ഘാടനം ചെയ്തു. മാധ്യമപ്രവർത്തകൻ KPO റഹ്മത്തുള്ള, ഫ്രീ സക്കറിയ ആക്ഷൻ ഫോറം ജോയിന്റ് കൺവീനർ മുഹമ്മദ് റബിയത്ത്, PDP സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സക്കീർ പരപ്പനങ്ങാടി, സുലൈമാൻ ബീരാഞ്ചിറ, സൈതാലിക്കുട്ടി ചമ്രവട്ടം, ഹുസൈൻ കാടാമ്പുഴ, ഹാരിസ് വാണിയന്നൂർ എന്നിവർ സംസാരിച്ചു. വൈകുന്നേരം പൂങ്ങോട്ടുകുളത്ത് നിന്നും ആരംഭിച്ച ഐക്യദാർഢ്യ റാലി ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. റാലിക്ക് ഷാജി എടക്കുളം, സലാം അതളൂർ, ഇസ്ഹാഖ് മുത്തൂർ, ബാബു നിറമരുത്തൂർ എന്നിവർ നേതൃത്വം നൽകി. വെട്ട ന്യൂസ് തിരൂർ. പാർലമെന്റിൽ അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റ് ഇന്ത്യയിലെ സ്വർണ്ണാഭരണ വ്യാപാര മേഖലയെ സംബന്ധിച്ചിടത്തോളം ഏറെ നിരാശയും വേദനയും ഉണ്ടാക്കുന്നതായി ആൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി അഹമ്മദ് പൂൽ പറഞ്ഞു. ഇന്ന് അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റ് ഇന്ത്യയിലെ സ്വർണ്ണാഭരണ വ്യാപാര മേഖലയെ സംബന്ധിച്ചിടത്തോളം ഏറെ നിരാശാജനകമാണ്. ഒട്ടനവധി നിർദ്ദേശങ്ങളാണ് ഇന്ത്യയിലെ സ്വർണ്ണാഭരണ വ്യാപാര മേഖല കേന്ദ്ര ഗവൺമെൻറ് മുമ്പാകെ സമർപ്പിച്ചിരുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് സ്വർണത്തിൻ്റെ ഇറക്കുമതി ചുങ്കം കുറയ്ക്കുക എന്നതാണ്. നിലവിൽ 15% ഇന്ത്യയിൽ സ്വർണത്തിൻ്റെ ഇറക്കുമതി ചുങ്കം. കള്ളക്കടത്ത് തടയുന്നതിനാവശ്യമായ ഏറ്റവും നല്ല നിർദ്ദേശം എന്ന നിലയിൽ സ്വർണത്തിൻ്റെ ഇറക്കുമതി ചുങ്കം 5% താഴെ കുറയ്ക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ പാൻ കാർഡിൻ്റെ പരിധി നിലവിൽ 2 ലക്ഷം രൂപ എന്നുള്ളത് 5 ലക്ഷമായി ഉയർത്തണമെന്നും ക്യാഷ് പർച്ചേസ് 10,000 രൂപയിൽ നിന്ന് 1 ലക്ഷം രൂപയാക്കി വർദ്ധിപ്പിക്കണമെന്നും ഇന്ത്യയിലെ ആഭരണ വ്യാപാര മേഖല കേന്ദ്ര ഗവൺമെൻറ് മുമ്പാകെ ആവശ്യപ്പെട്ടതാണ്. ഇന്ത്യയിലെ സ്വർണ്ണാഭരണ വ്യാപാര മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിനാവശ്യമായ ഇത്തരത്തിലുള്ള യാതൊരു നിർദ്ദേശങ്ങളും തന്നെ ഈ ബജറ്റിൽ ഇല്ല എന്നത് ഏറെ നിരാശാജനകവും വേദനയുമുള്ളതാണ്. പ്രൈം ടുഡേ പൂർണ്ണമാകുന്നു. നമസ്കാരം.